ഡൽഹി ജന്തർ മന്ദിർ വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യവുമായി പൊന്നാനിയിൽ ഏകദിന ഉപവാസവും സായാഹ്ന കൂട്ടായ്മയും സംഘടിപ്പിച്ചു. രാജ്യത്ത് നടക്കുന്ന പരീക്ഷാ ക്രമക്കേടുകളിലും അട്ടിമറികളിലും പ്രതിഷേധിച്ചും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും നിരാഹാരമനുഷ്ഠിക്കുന്ന സോനം വാങ്ചുക്കിന് പിന്തുണ പ്രഖ്യാപിച്ചും കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യതലസ്ഥാനത്ത് സമരം ചെയ്യുന്ന സംഘടനകൾക്ക് പിന്തുണ അർപ്പിച്ചുമാണ് യൂത്ത് ഫോർ സോഷ്യൽ ജസ്റ്റിസ് കേരള ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചത്. പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷനിൽ നടന്ന ഏകദിന ഉപവാസം പൊന്നാനി MLA KP നൌഷാദ് അലി ഉദ്ഘാടനം ചെയ്തു. യുവ കേരള ചാപ്റ്റർ ചെയർമാനും സ്ഥാപകനുമായ അഡ്വക്കേറ്റ് K ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ P സുരേന്ദ്രൻ, അജിത് കൊളാടി, അഡ്വക്കേറ്റ് നാരായണൻ വട്ടോളി, C ഹരിദാസ്, ഉണ്ണികൃഷ്ണൻ പൊന്നാനി, AM രോഹിത്, കുഞ്ഞുമുഹമ്മദ് കടവനാട്, KP സോമൻ, NP സുരേന്ദ്രൻ, ആസാദ് മാറഞ്ചേരി, N ഫസലുർ റഹ്മാൻ, മഹിളാ കോൺഗ്രസ് നേതാക്കളായ ജാസ്മിൻ, പ്രവിത, അമ്മുക്കുട്ടി, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സക്കീർ, കൗൺസിലർമാരായ മിനിത, ശ്രീകല തുടങ്ങിയവർ പങ്കെടുത്തു. സഹിഷ്ണുതയിലേക്ക് നീങ്ങുകയുള്ളൂ. അതാണ് ഗാന്ധി ഏറ്റുപിടിച്ചത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ യുവാവിന്റെ പേരെന്താ? 77 വയസ്സുള്ള മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഇന്ന് 18 വയസ്സ് മുതൽ 25 വയസ്സുള്ളവരൊക്കെ പറയും ഞങ്ങൾ യുവാവാണെന്ന്. പ്രായം കൊണ്ട് യുവാവായിരിക്കാം, പക്ഷെ മനസ്സുകൊണ്ട് പലരും യുവാക്കളല്ല. ആലസ്യത്തിന്റെ പട്ടുകൂടിയിരിക്കുന്നവരാണ് ബഹുഭൂരിഭാഗം വരുന്ന ഈ 18 മുതൽ 30 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാർ. അവനവന്റെ കാര്യം നോക്കി രാജ്യത്തോട് പ്രതികരിക്കാതെ, രാജ്യത്തിന്റെ വേദന അനുഭവിക്കുന്നതിനോടൊപ്പം നിൽക്കാതെ നടക്കുന്ന വലിയൊരു ആൾക്കൂട്ടമാണ് ഇന്ത്യയിലുള്ളത്. ഈ സമരം കാണിക്കുന്നത് എന്താ? തങ്ങളുടെ മേത്ത് വന്ന് വലിയൊരു വേദന അനുഭവിക്കുന്ന ഒരു സംഭവം തൊടുമ്പോൾ അതിനെതിരെ യുവാക്കൾ പ്രതികരിക്കും. ഇത് ലക്ഷോപലക്ഷം വരുന്ന യുവതീ യുവാക്കളുടെയും വിദ്യാർത്ഥിനികളുടെയും ഭാവിയെ ഇല്ലാതെയാണ്. ഈ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ടുകൊണ്ട് 37 പേര് ഇന്ത്യ മഹാരാജ്യത്ത് ആത്മഹത്യ ചെയ്തത്. തീർച്ചയായിട്ടും അത് അവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഭരണകൂടമാണ്. തത്വം വേണ്ട. ഒരു ധർമ്മേന്ദ്ര പ്രധാനം അത്ര പ്രധാനിയൊന്നും അല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം അദ്ദേഹം ആ കഥയിലിരിക്കുന്നത് രാജ്യത്തെ വോട്ടർമാരുടെ കാരുണ്യക്കാരാണ് എന്ന ബോധ്യം മന്ത്രിക്കുണ്ടായാൽ രാജ്യത്ത് പുറത്തു പോകണം. അത്ര വലിയ കുറ്റങ്ങളാണ് രാജ്യത്ത് പുറത്തു പോയേ പറ്റും. കാരണം യുവജനങ്ങളുടെ എല്ലാ പ്രതീക്ഷകളിലേക്കാണ് എന്നേ പറഞ്ഞു എത്ര കണ്ടിട്ടാണ് ഈ പഠിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഇതിനൊക്കെ പറഞ്ഞ് വലിയ അജണ്ടകൾ ഉന്നതമായ സ്ഥാനങ്ങളിലൊക്കെ തന്നെ സംഘപരിവാർ ചിന്തയുള്ള ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ കളികളൊക്കെ കഴിക്കുന്നത്.